വീടിന്റെ മുറ്റത്ത് ഞാൻ തന്നെ ചെയ്തെടുത്ത ലോണാണ്. 150 രൂപയാണ് എനിക്ക് മൊത്തത്തിൽ ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ലോൺ ചെയ്തതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇത് നമ്മുടെ പേൾ ഗ്രാസാണ് നട്ടിട്ട് ഏകദേശം ഒരു 2 മാസം ആയപ്പോൾ തന്നെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്, ഞാനും ദേവിയും കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തെടുത്ത ഒരു സ്ഥലമാണിത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നെങ്കിൽ കാലിൽ മൊത്തം ചെളിയാവും, അല്ലെന്നുണ്ടെങ്കിൽ വീടിൻ്റെ മുറ്റം മൊത്തം നന്നായിട്ട് എന്താ പറയും കാട് കയറും, മറ്റ് പുല്ലുകളൊക്കെ കയറി വളരുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലോൺ ചെയ്തെടുത്തതായത് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 2 രീതിയിൽ നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റും. ഒന്ന് ഇങ്ങനെ ഇതിൻ്റെ ലോണിൻ്റെ ഒരു ഫുള്ള് ഷീറ്റായിട്ടുള്ളത് നമുക്ക് വാങ്ങിച്ച് നടാനായിട്ട് പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നട്ട് പിടിപ്പിക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ചെയ്തത് ചെറിയ ഒരു സ്ക്വയർ ഫീറ്റ് ഒരു ഷീറ്റ് 4 സ്ക്വയർ ഫീറ്റ് കയറിയിട്ടുള്ള ഒരു ഷീറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിനകത്ത് നിന്ന് പിരിച്ച് നടുകയാണ് ചെയ്തത്. അങ്ങനെ പിരിച്ച് നട്ടപ്പോൾ എനിക്കിത് ഏകദേശം ഈ ഒരു ഏരിയ, ഇത്രയും ഒരു ഏരിയ എനിക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റി. 2 മാസം കൊണ്ടുള്ളൊരു വളർച്ചയായത്. അപ്പോൾ ഇതെങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് നിന്ന് നമ്മൾ ഇവിടെ ഞാൻ നട്ടിട്ടുണ്ട്, ഇപ്പം നട്ടതാണ് റീസെൻ്റ്ലി. അപ്പോൾ ഈ ഒരു സ്പേസിങ്ങിലാണ് നട്ടത്. ഒരു ചെറിയ ഒരു 5 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലായത് നട്ടേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നിന്നും ഓവറായിട്ട് വളർന്നതിനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഏരിയ കൊണ്ട് നട്ട് പിടിപ്പിച്ചതാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ, കുറച്ച് ഇതിനകത്ത് നിന്നും അധികമായിട്ട് വളർന്നതിനെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് നട്ട് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഇങ്ങനെ ലോൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് മണ്ണിലേക്ക് നന്നായിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഓവറായിട്ട് ഇതിനകത്ത് നിന്ന് ചെറിയ ഗ്രോത്തുകൾ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ വരുന്നതിനെ നമുക്ക് കട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് നമുക്ക് നട്ട് പിടിപ്പിക്കാവുന്നതാണ്. ഇങ്ങോട്ട് നോക്കുക, ഇതൊക്കെ ഇതിനകത്ത് നിന്ന് ഓവറായിട്ട് കിളിച്ച് വന്നേക്കുന്നതാണ്. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇത് തറയിൽ നന്നായിട്ട് ചേർന്ന് വളർന്നോളും. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയി നമുക്ക് വേറൊരു സ്ഥലത്ത് നമുക്ക് നട്ട് പിടിപ്പിക്കാം. അങ്ങനെ നമുക്ക് ലോൺ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മണ്ണ് ഓൾറെഡി ഇളക്കിയിട്ടേക്കാം. നന്നായിട്ട് മണ്ണ് ഇളക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നന്നായിട്ട് മണ്ണ് ഇളക്കിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു പീസാണെന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് രണ്ടാക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ട് നമുക്ക് 2 or 3 തണ്ടുകൾ നമുക്ക് ഒരു സ്ഥലത്തോട്ട് നമുക്കിങ്ങനെ അത് നട്ട് വെക്കാം. ജസ്റ്റ് നട്ട് കൊടുത്താൽ മതിയാവും. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് വേര് പിടിച്ചിട്ട് അതിനകത്തുനിന്ന് ഇത് കിളിച്ച് വന്നേക്കുന്നത് ഓൾറെഡി. അപ്പോൾ ഇത് കിളിച്ച് വരികയും ഇതിനകത്തുനിന്ന് കൂടുതൽ ഇങ്ങനെ പടർന്ന് പോവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഏരിയ ഫുള്ള് നമുക്ക് ലോൺ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നല്ല ഒരു എമൗണ്ട് ലാഭിക്കാനായിട്ട് പറ്റും. കാരണം ഇത്രയും ഏരിയ ചെയ്യുന്നതിന് എനിക്ക് കുറഞ്ഞതൊരു 10,000 രൂപയുടെ ചിലവ് വരുന്നുണ്ട്. ഇതിൻ്റെ ലേബർ കോസ്റ്റും അതേപോലെ തന്നെ ഈ പേൾ ഗ്രാസ് കൊണ്ടുവന്ന് ഇവിടെ നട്ട് പിടിപ്പിക്കുന്നതിൻ്റെ എല്ലാ ചിലവോടെ നോക്കുമ്പോഴത്തേക്കും. പക്ഷേ ഇത് ഞാൻ ഇത്രയും ചെറിയൊരു കോസ്റ്റിൽ ചെയ്തത് സ്വന്തമായിട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ നിൽക്കത്തില്ല. ലേബർ ചാർജും അതേപോലെ തന്നെ ഈ പേൾ ഗ്രാസിൻ്റെ പൈസയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ടായിട്ട് വരും. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ സമയം നമുക്കൊരു പ്രശ്നമാണ്. ഇപ്പോൾ ആർക്കെങ്കിലും വീടിൻ്റെയൊക്കെ പാല് കാച്ചോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് പറ്റത്തില്ല. ഒരു ഫുള്ളായിട്ടുള്ള ഷീറ്റ് വാങ്ങി നട്ട് പിടിപ്പിക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും കള കയറാനുള്ളൊരു സാധ്യതയുണ്ട്. കള കയറാനുള്ള സാധ്യതയല്ല, കള കയറുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കള പറിച്ച് കളയണം. നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റത്തില്ല. ഇങ്ങോട്ട് വന്നേ, ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആയിരിക്കും ഇങ്ങനെ കിളിച്ച് വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എടുത്ത് കളയുന്നത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ മാത്രം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തു നിന്നുള്ള കളകളൊക്കെ പറിച്ച് കളയാനായിട്ട് പറ്റും. ഇതിന് ആദ്യത്തെ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ കള നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റും. കുറച്ച് വളർന്നു കഴിഞ്ഞാൽ കള നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ കള നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇങ്ങോട്ടൊന്നേ ഇവിടെ കണ്ടോ, ഇതിന് ഉള്ളിൽ കളകൾ കയറിയിരിക്കുന്ന ചെറിയ ചെറിയ പോച്ചകൾ. ഇതിനെ നമ്മളൊന്ന് പിഴുത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോൺ നന്നായിട്ട് തറയിലോട്ട് പരന്നോളും. അപ്പോൾ ഇതിനകത്ത് പൂവൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ സീഡ് വീണിട്ട് അതിനകത്ത് നിന്നും ചിലപ്പോൾ വീണ്ടും കിളിച്ച് വരും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ചെറിയ കോസ്റ്റിൽ നമുക്ക് ഇത്രയും നട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് വാട്ടർ ടാങ്കിൽ നട്ടേക്കുന്ന സപ്പോർട്ടാണ്. ഈ ഒരു ഫുൾ ഏരിയയിൽ ലോണായി കഴിയുമ്പോഴത്തേക്ക് ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കെയറിങ്. നന്നായിട്ട് നന കൊടുക്കേണ്ട ആവശ്യമുണ്ടേ. നന്നായിട്ട് നമ്മൾ നന കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നിൽക്കത്തുള്ളൂ. കാരണം ഈ ഒരു സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് നാൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ ഒരു മഴ സമയത്ത് നമുക്കിത് വലിയൊരു കെയർ കൊടുക്കേണ്ട വന്നില്ല. കാരണം ഒരു നനയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. നമുക്ക് ശരിക്കും കള പറിക്കേണ്ട മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ.
പിന്നെ ഒരു കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണ് ഇളക്കി കൊടുക്കണം. നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് മണ്ണ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് സ്പ്രെഡ് ആവും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ ഓൾറെഡി ഇതിനകത്ത് കളിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഈ ഒരു ഏരിയയിലൊന്നും അധികം ആയിട്ടില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് ഇത് പുല്ല് കവറാവും. അപ്പോൾ അതാണ് പേൾ ഗ്രാസ് നമുക്ക് നട്ട് പിടിപ്പിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ വീടിൻ്റെ മുറ്റം നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും. നല്ല എന്താ പറയുന്നത്, ഒരു പീസ് മൈൻഡ് ഇവിടെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. ഇത്രയും നന്നായിട്ട് നമുക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ നട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു വളപ്രയോഗം ചെയ്യാം. ചാണകം നമുക്ക് കലക്കിയിട്ട് വളരെ നേർപ്പിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുല്ല് നന്നായിട്ട് പിടിച്ച് വരും. അല്ലെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് നല്ല ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു ഗ്രോത്തിന് ചെറിയൊരു വളപ്രയോഗം കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ചാണകപ്പൊടി ഇടുന്നതെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി നന്നായിട്ട് പൗഡറായത് ഒന്ന് വിതറി കൊടുക്കാം. മഴ സമയം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നന കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പുതിയതായിട്ട് നട്ട സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു നന കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരും. ദിവസം ഒരു നേരം നന കൊടുത്താൽ മതിയാവും. ഇല്ലെന്നുണ്ടെങ്കിലും ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ നല്ലൊരു നന നമ്മൾ കൊടുക്കണം. കാരണം ഇത് മുളച്ച് വരുന്ന സമയത്ത്, കിളിച്ച് വരുന്നൊരു സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങി പോകാനുള്ളൊരു സാധ്യതയും കൂടെ ഉണ്ട്. പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മണ്ണിലേക്ക് ഇത് പിടിച്ച് വരുന്നതല്ല ഉള്ളൂ. ആ ഒരു സ്റ്റേജിൽ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു നനയും കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കെയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് വളർത്തി എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ മുറ്റം ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. മറ്റ് പുല്ലുകളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് നമ്മുടെ മുറ്റത്തെ നമുക്ക് സംരക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും.